ചുരുക്കി പറയാലോ എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ പല ആളുകളും ഈ സമയത്ത് കാണില്ല. കാരണം ഇപ്പോൾ ഇവിടെ സമയം 1 മണിയായി. നാളെയൊക്കെ ആളുകളിത് എപ്പോഴേലും കാണുമായിരിക്കാം. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഭയങ്കര വിവാദങ്ങളുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നുകൊണ്ടും ആ ടിക്കറ്റ് ക്യാൻസലേഷൻ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടും എന്തായാലും പോയി എമ്പുരാൻ കണ്ടു. ഞാനും എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് എല്ലാവരും കൂടെ ചേർന്നാണ് പോയി കണ്ടത്. സിനിമ കണ്ടു. വളരെ മികച്ച ഒരു മേക്കിംഗ് ആണ് സിനിമ, അങ്ങനെ തന്നെ പറയാം. എമ്പുരാൻ ഒരു നല്ല ഒരു ഒരു ഹോളിവുഡ് സിനിമയോടൊക്കെ കിടപിടിക്കാവുന്ന തരത്തിലുള്ള മേക്കിംഗ്. 2 അതിൻ്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നതും വളരെ മികച്ച രീതിയിലുള്ളൊരു കാസ്റ്റിംഗ്. അതിനകത്തിലെ ഓരോ കഥാപാത്രങ്ങൾക്കും പറ്റിയ ആളുകളെ സെലക്ട് ചെയ്തേക്കുന്നു. ലൊക്കേഷൻ്റെ കാര്യത്തിനായാലും പിന്നെ എല്ലാം സെലക്ട് ചെയ്തേക്കുന്നത് ആ രീതി തന്നെയാണ്. വളരെ മികച്ച രീതിയിലുള്ള സംവിധാനങ്ങൾ. സിനിമയുടെ പിന്നെ എഡിറ്റിംഗ് ആയാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും സൗണ്ട് എഫക്ട്സ് ബാക്കിയെല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ്. അതിൽ കൊള്ളാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ, 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഇത് 1ാം ഭാഗമായ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയെ യാതൊരു ബന്ധവുമില്ല. അതാണ് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥ. ഒന്ന്, ലൂസിഫർ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ചരിത്രം സൃഷ്ടിച്ച വിജയം നേടിയ ആ സിനിമയുമായി ഒരു ബന്ധവുമില്ല. അതിനകത്തിലെ കഥാപാത്രങ്ങളെയൊക്കെ ഇതിനകത്തിൽ കൊണ്ടുവന്ന് കാണിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. രണ്ടാമതായിട്ട് ഇതിനകത്തിലെ ഒരു കാര്യം, ഈ ഗുജറാത്ത് കലാപത്തിനെ ഈ എമ്പുരാനകത്ത് എങ്ങനെ കൊണ്ടുവന്ന് മിക്സ് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ടപ്പോൾ എല്ലാവരും വലിയ രീതിയിൽ പ്രതിഷേധവും പിന്നെ പ്രകോപനങ്ങളും ഭയങ്കര വെല്ലുവിളികളും ഒക്കെ നടത്തിയ സമയത്തും ഞാനിതിനെയൊക്കെ ഒരു തമാശ എന്ന രീതിയിലേ കണ്ടിരുന്നുള്ളൂ. പലരും സിനിമ കണ്ടിട്ട് വന്ന പലരും ഇതിൻ്റെ കഥയൊക്കെ പറഞ്ഞപ്പോൾ കഥ അവരോട് ചോദിച്ചിരുന്നു. അവർ പറയും പോയി കണ്ടിട്ട് മനസ്സിലാക്കിയ പോലും. ഞാൻ പറഞ്ഞു, അല്ല നിങ്ങൾ പറഞ്ഞു എന്താ, അത് കണ്ടിട്ട് തന്നെ അറിഞ്ഞിട്ട് തന്നെയാണ് സിനിമ കാണാൻ പോയത്. പക്ഷേ അത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് പോയി ആ സിനിമ കാണണം, എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്തതല്ലേ, എന്തായാലും കാണാം എന്ന് തീരുമാനിച്ചത്. അപ്പം ഞാൻ കണ്ടതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായത്, ഇത് ആരോ ഒരു അജണ്ട മെനഞ്ഞെടുത്ത് അത് ഈ പറയുന്ന ഇവരിലൂടെ അത് സിനിമയിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നു. ഈ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന സമയത്ത് ട്രെയിനിനകത്തൊരു തീവെപ്പ് നടക്കുന്നതും പിന്നെ അതിനുശേഷം പിന്നീട് കഥയ്ക്കകത്ത് കൊണ്ടുവന്ന് ഈ ഗുജറാത്തിൻ്റെ നടന്ന റയോട്ട് 2002 നടന്ന, അതായത് ഗുജറാത്തിൽ ഏറ്റവും അവസാനം നടന്ന കലാപം. ഗുജറാത്തിലെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തൊട്ടേ, ഗാന്ധി ജനിക്കുന്നതിന് മുമ്പ് തൊട്ടേ കലാപങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. ഏറ്റവും അവസാനമായി നടന്ന 2002 കലാപവുമായി ബന്ധപ്പെടുത്തി 2002 ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് ഈ സ്ഥലമാണെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്യുന്നതും അതിൽ നിന്ന് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയക്കാരനും പിന്നെ മറ്റ് കഥാപാത്രങ്ങൾക്കകത്ത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് നേരത്തെ ഉണ്ടായിരുന്ന കക്ഷി പറഞ്ഞ ആള്, അതായത് കെ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 35 സീറ്റിൻ്റെ ഒരു കാര്യമൊക്കെ ഇതിനകത്ത് ലിങ്ക് ചെയ്യുന്നുണ്ട്. അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. അതൊക്കെ ട്രോൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കോമഡിക്ക് വേണ്ടി പറയാനോ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഇവർ ഇതിനകത്തിൽ പറഞ്ഞു വെക്കുന്ന ആശയം, ഒരു വലിയ തീവ്രവാദിയായി ലഷ്കർ-ഇ-തോയ്ബയുടെ ട്രെയിനിങ് ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള വ്യക്തി അവിടെ നിന്ന് പിന്നെ കൊണ്ടുപോയി അതിനെക്കാട്ടിലും വലിയൊരു ലോകോത്തര ക്രിമിനലായിട്ടുള്ളൊരു കക്ഷി എടുത്ത് വളർത്തുന്ന ആൾ എന്ന രീതിയിലേക്ക് ആക്കിയെടുക്കുന്ന കക്ഷിക്ക് ഇപ്പം ഇവരുടെ കണക്കനുസരിച്ച്, ഇവർ പറയുന്നതനുസരിച്ച് ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ വകവരുത്തുക എന്നൊരു ഐഡിയ, അതൊരു പ്രത്യേക തരത്തിലുള്ളൊരു ആഗ്രഹം ആണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയം. ആ ആശയം എന്തായാലും അത് വളരെ മികച്ച ഒരു ആശയമാണ്. അതുകൊണ്ട് മുന്നോട്ട് തന്നെ പോയാൽ നല്ല രസമായിരിക്കും. ഈ രായ്പനൊക്കെ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് കണ്ടറിയണം. കാരണം ഈ ആശയം ഉണ്ടാക്കി വിട്ട അണ്ണന്മാരുടെ ഈ ആശയം പിൻപറ്റിക്കൊണ്ട് ആരെങ്കിലും ഇതിനൊക്കെ മുതിരുകയാണെങ്കിൽ അപ്പോഴുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തോരം വലുതായിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഗുജറാത്തിൽ 2002 ഉണ്ടായത് ഏറ്റവും അവസാനത്തെ കലാപമാണ്. സാധാരണ എല്ലായിടത്തും സംഘടിത ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ആക്രമണം നടത്തുന്ന സമയത്ത്, ഉദാഹരണത്തിന് കശ്മീർ തന്നെ നോക്കാം. കശ്മീരിൽ 80ൻ്റെ പകുതി കാലഘട്ടം മുതൽ 90 കാലഘട്ടം വരെയുള്ള ആ കാലഘട്ടത്തിനിടയിൽ നടന്ന കലാപത്തിലൂടെ ആ ഒരു പ്രദേശം മുഴുവൻ വാഷ് ഔട്ടായി. അവിടുന്ന് ഹിന്ദുക്കളായിട്ടുള്ളവരും മറ്റൊരു ഇതര മതസ്ഥരായിട്ടുള്ളവരും മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും അവിടുന്ന്
പലായനം ചെയ്തു പോയി. അവർ ഭാരതത്തിൻ്റെ പല ഭാഗത്ത് വന്ന് അഭയാർത്ഥികളായി കഴിയുന്ന അവസ്ഥയാണ്. അവരിൽ കുറച്ച് പേര് മാത്രമേ ഇപ്പോഴും തിരിച്ചങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം പുതിയ നിയമ സംവിധാനങ്ങളൊക്കെ ആയി കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷമൊക്കെ. ബാക്കിയുള്ളവർ ഇന്നും കുറേ പേര് ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പലയിടത്ത് അവർ അഭയാർത്ഥികളായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഗുജറാത്തിൽ സംഭവിച്ചത്, ഗുജറാത്തിൽ ഇവർ ഈ കലാപം സൃഷ്ടിച്ചപ്പോൾ, ഇസ്ലാമിക തീവ്രവാദികളുടെ കലാപം, ഇതിനകത്ത് പറയുന്ന പോലല്ല. ഇത് രായപ്പൻ പറയുന്ന കലാപം വേറെ, രായപ്പൻ്റെ ഐഡിയയുണ്ട്. അതല്ല, കാരണം അയാൾക്കത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് ഫണ്ട് ചെയ്യുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ബിസിനസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആ സംവിധാനങ്ങളെ അദ്ദേഹത്തിന് മുറുകെ പിടിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവന്മാരുടെ സപ്പോർട്ട് വേണം. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെ വേണമല്ലോ. കാരണം ഇതിൽ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ പ്രചരണം എന്നതിനപ്പുറത്തേക്ക്, അതായത് ഇനി വരാൻ പോകുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന ഇട്ടാവട്ടത്തിനകത്തുള്ളതിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്നും ഇനിയും ഇതിനെ രക്ഷിക്കണമെങ്കിൽ കോൺഗ്രസ് തിരിച്ചു വരണം എന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. വളരെ മികച്ച ഒരു ആശയമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ആ ആശയം എന്തായാലും കൊള്ളാം. പക്ഷേ രായപ്പൻ്റെ ഐഡിയ നടപ്പാവുന്ന ഐഡിയ അല്ല. കാരണം രായപ്പൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും തന്നെ യഥാർത്ഥ ചരിത്രവുമായി ബന്ധപ്പെട്ടല്ല. കാരണം എന്നൊക്കെ നിങ്ങൾ ഈ ശൂലം, ഭ്രൂണം, ഈ പറയുന്ന ഗർഭിണി, ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ പോയി പറഞ്ഞിട്ടുണ്ടോ? ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ആദ്യമേ നന്ദി ഗുജറാത്ത് സർക്കാർ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞുകൊണ്ട് നടന്ന സമയങ്ങളിലെല്ലാം BJPക്ക് അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെല്ലാം നല്ല ഹൈപ്പ് കിട്ടിയ ചരിത്രം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിനകത്തിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ സിനിമ കണ്ടിടത്തോളം എനിക്ക് ഈ സിനിമയ്ക്കകത്ത് വരുന്ന ആശയം അത് ഈ ഇട്ടാവട്ടത്തിൽ, ഈ കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിനകത്ത് കിടന്ന് കളിക്കുന്ന കുറേ കാലങ്ങളുണ്ട് ഈ സുഡാപ്പികളും അവരുടെ തന്നെ ആശയങ്ങളെ വായിലൂടെ വിളമ്പുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മൈക്ക് വെച്ച് കെട്ടി നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദിയെ നരാധവനെന്ന് വിളിച്ച ആൾക്കാരുണ്ട്. ഗുജറാത്ത് കലാപത്തിന് ആസൂത്രണം എന്ന് വിളിച്ചവരുണ്ട്. ഇപ്പോൾ കോടതിയിൽ നിന്ന് എല്ലാ കേസുകളിൽ നിന്നും അവരെ കുറ്റമുക്തരാക്കി കഴിഞ്ഞപ്പോൾ അപ്പം ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയെ ലക്ഷ്യമാവും എന്നറിയാവുന്നതുകൊണ്ട് ഈ ഡയലോഗ് അടിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഈ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് ഇപ്പം പറയുന്നുണ്ട്. കുറേ കാലം മുമ്പ് ഉള്ള കേസ്, ഇപ്പോൾ ഇതിന് പലരും കേസിന് പോയിട്ടും ഈ ഗാന്ധി ഘാതകരിൽ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഗാന്ധിയെ കൊല്ലിച്ചതാണെന്നും ആ കൊല്ലിച്ചത് ഏത് കക്ഷികളാണെന്നും അതും പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹം കൊല്ലപ്പെടേണ്ടിയിരുന്നത് ചില ആളുകൾക്ക് അധികാരം പിടിച്ചെടുക്കുന്നതിനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തായിരുന്നു എന്നുള്ളത് അത് വേറൊരു ചരിത്രം. ആ പോട്ടെ, നമ്മൾ അതിനെയൊക്കെ കുറേ പേര് വൈറ്റ് വാഷ് ചെയ്ത് ഇന്ത്യയുടെ യഥാർത്ഥ ഹിസ്റ്ററി പോലും മാറ്റി എഴുതിയ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ എന്തായാലും കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള തുടക്കമായിരുന്നു ഈ പറയുന്ന മോഹൻലാലിനെ വെച്ച്, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകാൻ എളുപ്പമുള്ള ഒരു സംവിധാനമാണല്ലോ മോഹൻലാൽ ഉപയോഗിച്ചുള്ള സിനിമകളെന്ന് പറയുന്നത്. കാരണം മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ വിഭാഗത്തിലും ഉണ്ടെന്ന് മാത്രമല്ല ഏറ്റവും കൂടുതലുള്ളത് അതാ. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരനെ വെച്ചിട്ട് ഈ ആശയം ഇവരുടെയൊക്കെ ഇഷ്ടതോരനായ രായപ്പൻ പറഞ്ഞു കേൾപ്പിച്ചു എന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പിന്നെ ഇതുകൊണ്ട് ഇത് ഈ പറയുന്ന കാര്യങ്ങൾ പുതുമയുള്ള കാര്യമല്ല, അല്ല, ഇവരെപ്പോഴും പറയുന്ന കാര്യം തന്നെ. ഈ ഗുജറാത്തും കലാപവും ശൂലവും ഭ്രൂണവും ഗർഭിണിയും ഇതെല്ലാം എപ്പോഴും പറയുന്നതാണ്. ഇതൊക്കെ ഈ പറയുന്ന സംഭവം നടക്കുന്ന ഇവർ ഈ എന്തോ ബേക്കറിയാ വേണ്ട ഒരു ബേക്കറിയുടെ ഒരു കേസുണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടിട്ടും അതുമായി ബന്ധപ്പെട്ട ചില സംവിധാനങ്ങളൊക്കെയാണല്ലോ ഗുജറാത്തിൽ അന്നുണ്ടായത്. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇതിനകത്തിൽ ഒരു സംവിധാനം കാണിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഏതാണ്ട് ഒരു മണിക്കൂറിന് മേലെയുള്ള ഭാഗത്ത് ഇവർ ഹിന്ദി ഉദ്ദേശിക്കുന്നത് തന്നെ ഇതിൽ പാൻ ഇന്ത്യൻ ലെവലിൽ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്താമെന്നുള്ള വിചാരിച്ചായിരിക്കും. ഈ പൊട്ടന്മാർക്ക് അറിയത്തില്ല ഈ സാധനം വടക്കേ ഇന്ത്യയിലൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ആവേശമാണ്. കാരണം അന്ന് അവരനുഭവിച്ചിട്ടുള്ള വേദന, കാലഘട്ടങ്ങളായിട്ട് ആ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന അക്രമങ്ങൾ, അതിനെ ഒരു അവസാനം കുറിച്ചത് 2002 അന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ കയറി ഏതാണ്ട് ഒരാഴ്ചക്കകമാണ് ഈ പറയുന്ന അക്രമകാരികൾ അവിടെ അയോധ്യയിൽ നിന്ന് വരികയായിരുന്ന കർസേവർ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്ന ഒരു ട്രെയിൻ, അതിലെ ബോഗി അത് പുറത്തുനിന്ന് പൂട്ടി ആൾക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത പരുവത്തിലാക്കിയിട്ട് ഈ പ്ലാസ്റ്റിക് മിശ്രിതം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എന്തൊക്കെയോ മിക്സ് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെ സംബന്ധിക്കുന്ന സിയുടെ ഓൺലൈനിൽ OTTയിൽ കിടപ്പുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയുള്ള സിനിമ.
അത് ആളുകൾ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കണം. അപ്പം പിന്നെ സംവിധാനം പിന്നെ അങ്ങനെ നടന്ന ഒരു സംഭവം നടന്നപ്പോൾ അതിൻ്റെ പ്രതികരണം എന്നോണം അവിടെ കലാപമുണ്ടായി. ഇരു കൂട്ടരുടെ ഭാഗത്തുനിന്ന് ആൾക്കാർ. ഏകപക്ഷീയമായ കലാപമായിരുന്നു, ഒന്നുമല്ല. മുസ്ലിങ്ങളും അനേകം കൊല്ലപ്പെട്ടു, അനേകം ഹിന്ദുക്കളും കൊല്ലപ്പെട്ടു. രണ്ട് കൂട്ടരുടെ ഭാഗത്തുനിന്ന് ഇതിനെ ഈ രണ്ട് കൂട്ടർ തമ്മിലുള്ള പ്രശ്നം നടക്കുന്ന സമയത്ത് കൊള്ളയും നടന്നു. ആ കൊള്ള നടന്നത് എങ്ങനെയാണ്? അതിനിടയ്ക്ക് ഇതിനെ മുതലാക്കിക്കൊണ്ട് കൊലപാതകികളും കൊള്ളക്കാരുൾപ്പെടെയുള്ള അവർ മാക്സിമം കാര്യങ്ങൾ ചെയ്തു. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസിനകത്ത് അന്വേഷണ റിപ്പോർട്ടിനകത്തുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു സിനിമയും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ എങ്ങനെ ഗുജറാത്ത് കലാപം ഉണ്ടായി എന്ന് ആളുകൾ മറന്നിരിക്കുകയാണെങ്കിൽ അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചിലപ്പം ഈ രായപ്പൻ്റെ ഐഡിയ ആണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സിനിമ കൊണ്ട് സിനിമയുടെ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, കാസ്റ്റിംഗ് അടിപൊളിയാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയാണ്, സിനിമയുടെ സ്ട്രക്ചർ അടിപൊളിയാണ്. പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്ന ഈ ആശയം എന്ന് പറയുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കാലേ വാരി നിലത്തടിച്ച് കളഞ്ഞ സാധനമാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് വൃത്തികെട്ടായിട്ട്. പിന്നെ അതിനകത്തിൽ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ ഈ അന്തിക്രിസ്തുവിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുരിശ് വീഴുന്നു, ഒടിയുന്നു, അത് എൽ ഷേപ്പിലാകുന്നു. മാത്രമല്ല അവൻ്റെ വണ്ടിയുടെ നമ്പർ ഞാൻ പ്രാർത്ഥിക്കാറില്ലെന്ന് അയാളെ കൊണ്ട് പറയും, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ അത് വേറെയുണ്ട്. അപ്പം ആശയം ഇവർ വെക്കുന്ന അവരുടെ മനസ്സിലുള്ള ആശയം അടിച്ചേൽപ്പിക്കുന്നത് ഹിറ്റായ ഒരു സിനിമയുടെ രണ്ടാം ഭാഗമാണെന്ന രീതിയിൽ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഈ സിനിമ കൊണ്ട് വേറൊരു ഇപ്പം ഇന്നലെ ഒരാൾ പറയുന്നത് കേട്ടു, മോഹൻലാലിനെ ബഹിഷ്കരിക്കണം, ആന ജന എന്നൊക്കെ ഒരു ഗ്രൂപ്പുള്ള ഓരോരുത്തരുടെ വ്യക്തിപരമായ ആശയം പറയുമല്ലോ. മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ നല്ല രീതിക്ക് ഇപ്പം മോഹൻലാൽ അറിയാതൊന്നും ചെയ്താണെന്ന് ഞാൻ പറയത്തില്ല. മോഹൻലാലിനെ വൈറ്റ് വാഷ് ചെയ്യേണ്ട ആവശ്യവും എനിക്കില്ല. അയാളുടെ കേണൽ പദവി തിരിച്ചെടുക്കണമെന്നൊക്കെ പറയുന്നൊക്കെ ചെയ്തു. ഇത് സെൻസർ ചെയ്തിട്ട് വിട്ടതല്ലേ പടം. സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാർ സെൻസർ ചെയ്ത് വിട്ടത് എന്ത് കുന്തമായാലും ആയിക്കോട്ടെ. പക്ഷേ ഇവർ പറഞ്ഞു വെക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് ആശയം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ തെറ്റുകാരനാണ് എന്ന രീതിയിലേക്ക് ചിത്രീകരിച്ചുകൊണ്ട് അയാളെ കൊലപ്പെടുത്തണം എന്ന് പറയുന്ന രീതിയിലേക്കൊരു ആശയം. അതെന്തായാലും രായപ്പൻ്റെ ഐഡിയ എന്തായാലും കൊള്ളാം. അത് 4 മടക്കി മടിക്കുത്തിന് താഴെ തിരികെ വെച്ചേക്കുക, അതായിരിക്കും നല്ലത്. കാരണം സുഡാപ്പികളുടെ തലോടലിൽ എപ്പോഴും സുഖം ലഭിച്ചുകൊണ്ടിരിക്കുന്ന അണ്ണന് പക്ഷേ അതിൻ്റെ പൾസ് അറിയാൻ കഴിയില്ല. കാരണം ഈ 14 ജില്ലകൾക്കപ്പുറം ഇന്ത്യക്ക് വേറെ ഒരു വലിയ ഒരു ഏരിയ ഉണ്ട്. ഈ 14 ജില്ലകളല്ല ഇന്ത്യ എന്ന് പറയുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കിടക്കുന്ന ഈ പറയുന്ന 600 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന പ്രദേശത്തിനപ്പുറം, ഈ വെറും 3.5 കോടിക്കപ്പുറം 144 കോടി ജനങ്ങൾ, അതിനകത്തിലെ 140 കോടി ജനങ്ങൾ പിന്നെ കിടക്കുക. ആ ഏരിയയിലാണ് ഇവൻ്റെ ഈ ഓഞ്ഞ സുഡാപ്പി ആശയം കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ ഈ തൊലിഞ്ഞ ആശയമൊന്നും അല്ലാതെ മര്യാദയ്ക്കായിരുന്നെങ്കിൽ ഈ സിനിമയൊക്കെ ഹിറ്റായിപ്പോയി. നല്ല രീതിയിൽ ഇത് ഈ പിന്നെ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം ഒരു രാഷ്ട്രീയ ചൊവ്വയുള്ള, ഇപ്പോൾ ഇടതും വലതിൻ്റെ രാഷ്ട്രീയം കാണിച്ചാൽ മതി. ഇനിയിപ്പോൾ BJP-ക്കാരെ ട്രോളിക്കോ, അതിന് ആര് പറയുന്നു വേണ്ടാന്ന്. അതൊക്കെ ഇട്ടിട്ടായാലും അവൻ ആ സിനിമ ആ രീതിയിൽ ചെയ്ത എമ്പുരാൻ്റെ രണ്ടാം ഭാഗമായിട്ട് ചെയ്യുമായിരുന്നു രസമായിരുന്നു. ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ട് ചെയ്യുമായിരുന്നു രസമായിരുന്നു. അതൊന്നുമില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ കൊണ്ടെന്ന് വെച്ചിരുന്നു. അപ്പം ഞാൻ ബാക്കി പറയാൻ വന്നതിൻ്റെ വാക്കുകളുണ്ട്, ഞാനത് മനഃപൂർവ്വം ഞാൻ വിടുക. കാരണം എനിക്കിപ്പം വലിയ ഒരു അലമ്പുണ്ടാക്കാൻ താല്പര്യമില്ല, അതിനുള്ള സമയവും സാഹചര്യവും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ഈ സിനിമ പൊതുജനങ്ങൾ കാണണ്ടെന്നൊന്നും ഞാൻ പറയില്ല, നാട്ടുകാരത് കാണണം. കണ്ടിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി. ഇവർ ആദ്യത്തെ 1 മണിക്കൂറിനകത്ത് ഇവർ പറഞ്ഞു വെക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നത് ലൂസിഫറിൻ്റെ ഭാഗമാണെന്ന് കാണിക്കാൻ വേണ്ടി പഴയത് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഇവരുദ്ദേശിക്കുന്ന ആശയത്തിൻ്റെ ആദ്യത്തെ 1 മണിക്കൂറിനകത്ത് പറഞ്ഞു വെക്കുന്ന ആശയമുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ ഈ പറഞ്ഞു വെക്കുന്ന ആശയം എന്ന് പറയുന്നതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾ നല്ലപോലെ പഠിക്കണം. ഈ രാജ്യത്ത് എവിടെയാണ് ഈ വിഷയങ്ങൾ തുടങ്ങിയെന്നും എങ്ങനെയാണ് ഈ സംവിധാനങ്ങൾ തുടങ്ങിയെന്നും ഗാന്ധി ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് ഗുജറാത്തിലുണ്ടായ കലാപങ്ങളുടെ ചരിത്രവും ഡീറ്റെയിൽസും ഒക്കെ എല്ലാവരും ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. തൽക്കാലം ഇവിടെ വാങ്ങുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.